സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രയിതം നവ ജ്ഞാനോദയ സംഹിത അധ്യായം 1 ചൈതന്യം ഭാഗം 24 ഓംകാരം ബ്രഹ്മമല്ല. ഓംകാരം ബ്രഹ്മത്തിൻ്റെ സ്വരമല്ല, ബ്രഹ്മാണ്ടത്തിൻ്റെ സ്വരമാണെന്ന് വിവക്ഷിക്കാം. ഓംകാരം സമ്പുഷ്ടമായ അർത്ഥധ്വനിയല്ല, അത് ശബ്ദതരംഗമാണ്, ശബ്ദത്തിൻ്റെ ആരോഹണ അവരോഹണമാണ്. ബ്രഹ്മം നിശബ്ദമാണ്. ബ്രഹ്മത്തെ പ്രാപിക്കുമ്പോൾ ശാന്തതയാണ് അനുഭവം. അതാണ് ആത്മന് അനുഭവിക്കാവുന്ന പരമാനന്ദം. ബ്രഹ്മം ശാന്തമായതുകൊണ്ടാണ് നിശബ്ദ ധ്യാനം ഉത്തമമായ ബ്രഹ്മാനുഭവം ആകുന്നത്. ഓം വാക്ക് എന്ന നിലയിലും അക്ഷരം എന്ന നിലയിലും നിസ്സാരമാണ്. ശംഖനാദം പോലെ മുഖരിതമാകുമ്പോൾ അർത്ഥമില്ലാത്തൊരർത്ഥം അന്തരംഗത്തിൽ പ്രകമ്പനം കൊള്ളും. അത് ബ്രഹ്മാണ്ടത്തിൻ്റെ ശബ്ദമാണ്, ബ്രഹ്മധ്വനിയല്ല. ബ്രഹ്മാണ്ടത്തെ പരിഗണിച്ചാണ് അദ്വൈതികൾ ഓംകാരം സമ്പൂർണ്ണ സമസ്യയാണെന്ന് കണക്കാക്കിയത്. ഓം കണ്ടെടുക്കുന്നതിന് മുൻപ് ഋഷികൾ മറ്റ് പല പദങ്ങളും പരീക്ഷിച്ചിരുന്നു. ബ്രഹ്മത്തിൻ്റെ സ്വത്വവും ബ്രഹ്മാണ്ടത്തിൻ്റെ സ്വത്വവും രണ്ടാണ്. അതുകൊണ്ട് ബ്രഹ്മവും ബ്രഹ്മാണ്ടവും ദ്വൈതമാണ്. ബ്രഹ്മാണ്ടത്തിൻ്റെ സ്വത്വമായ ഓം കണ്ടെടുത്താണ് അദ്വൈതികൾ സർവം ബ്രഹ്മം എന്നും അദ്വൈതം ഏകം എന്നുമുള്ള കൽപ്പനകളിൽ എത്തിപ്പെട്ടത്. ഓംകാരനാദം മനുഷ്യ ശരീരത്തിൻ്റെ അന്തഃകരണത്തിലും ധ്വനിക്കുന്നുണ്ട്. അത് ബ്രഹ്മത്തിൻ്റെ പ്രതിസ്ഫുരണമല്ല, ബ്രഹ്മാണ്ടത്തിൻ്റെ നാദമാണ്. ഓംകാരം ശരീര തന്മാത്രകളെയാണ് പ്രകമ്പനം കൊള്ളിക്കുന്നത്. അപ്രകാരമുള്ള പല പദങ്ങളും കണ്ടെടുക്കാവുന്നതുമാണ്.